ഞാനീ നിൽക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തായുള്ള ബ്രഹ്മോസ് എയ്റോസ്പേസിന് സൈഡിലെ സംസ്ഥാനത്തെ തന്നെ അതീവ സുരക്ഷാ ഇടങ്ങളിലൊന്ന്. മകളെ കാണാനില്ലെന്ന കാര്യം വ്യക്തമാക്കി മാതാപിതാക്കൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പക്ഷേ കുഞ്ഞെവിടെയെന്ന കാര്യത്തിൽ ആദ്യ മണിക്കൂറുകളിൽ ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. മഞ്ഞ സ്കൂട്ടറിലെത്തിയ ഒരാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ സംശയം. CCTVയിൽ ഒരു മഞ്ഞ ബൈക്ക് കാണുകയും ചെയ്തു. എൻ്റെ പിന്നിലായുള്ളത് റെയിൽവേ ട്രാക്ക്, ചുറ്റും വലിയ പൊന്തക്കാടുകൾ. കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയമായിരുന്നു ആദ്യം പോലീസിന്. അരിച്ചു പിറക്കിയുള്ള പരിശോധന നടന്നു. പക്ഷേ കുട്ടിയെ കിട്ടിയില്ല. കാട് ഈ സൈഡെല്ലാം കംപ്ലീറ്റ് നോക്കുകയും മതിൽ മുക്കിൽ ഇന്നലെ രാവിലെ അവിടെ എത്തുകയും ഈ ഇവിടുന്ന് ഏകദേശം നമ്മൾ ആ അപ്പുറത്ത് നമ്മൾ CCTV ക്യാമറ ഇരിക്കുന്ന വീടിൻ്റെ ആ സൈഡ് ഭാഗങ്ങളിൽ നോക്കുകയും എല്ലാം ചെയ്തു. CCTV ക്യാമറയുടെ എടുത്ത് ഇന്നലെ പോലീസുകാർക്ക് കൈമാറുകയും എല്ലാം ചെയ്തിരുന്നു. ഇടവിട്ടിടവിട്ട് ട്രെയിൻ കടന്നു പോകുന്ന ഒരു പാത. കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു മറ്റൊരാശങ്ക. ഏറ്റവും ഒടുവിൽ 19 മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞിനെ തിരികെ കിട്ടുന്നു. എൻ്റെ പിന്നിലായി കാണുന്ന ഓടയിൽ നിന്നും 2 പോലീസുകാരാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അന്ന് കുഞ്ഞിനെ രക്ഷിച്ച 2 പോലീസുകാരും നമ്മളോട് സംസാരിച്ചു. ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്നൊരു പാത പോലെ നമ്മൾ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാടിന് ഞാൻ മാറ്റിയിട്ട് അകത്തോട്ട് നമ്മൾ കയറുകയായിരുന്നു. കയറിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിങ്ങനെ മലർന്ന് കണ്ണിങ്ങനെ ഫുള്ള് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞൊരു അനക്കമില്ല. ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് ആ മൊബൈലിൻ്റെ ഫ്ലാഷിൻ്റെ ഇതിൽ കുഞ്ഞ് കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം കുഞ്ഞ് ആദ്യം ഡെത്തായെന്നാണ് വിചാരിച്ചത്. സാറിനോട് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞ് ടക്കനെ ഞെട്ടിയങ്ങ് വളർന്നു. സംസാരിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ വേറെ പുറമേയുള്ള ഇഞ്ചുറി ഒന്നും കണ്ടില്ല. ഇത് പകൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചു, പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവിടെ എങ്ങനെ ഈ കുട്ടി എത്തിയിട്ടുണ്ടോ? അപ്രതീക്ഷിതമായ എത്തിലാണല്ലോ. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. കുഴിയിൽ കുഞ്ഞ് തന്നെ പോയിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അത് അവിശ്വസനീയമായിരുന്നു. അത് തെളിയിക്കാനായി മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് മുന്നിട്ടിറങ്ങി. എൻ്റെ പിന്നിൽ കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ മതിലാണ്. അതിനോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നുമാണ് കുട്ടിയെ ഇന്നലെ കാണാതാകുന്നത്. ഇന്നലെ കുട്ടിയെ വൈകുന്നേരം കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു വഴി ഇതാണ്. മറ്റ് ഒരു വഴി കൂടിയുണ്ട്. പക്ഷേ ആ വഴി കടന്നു പോകാനുള്ള ഒരു സാധ്യതയുമില്ല. കുട്ടി സ്വയം പോയതാണെങ്കിലും മറ്റാരെങ്കിലും കൊണ്ടുപോയതാണെങ്കിലും അതുവഴി പോകാനുള്ള സാധ്യത വിരളമാണ്. കാരണം അങ്ങനെയെങ്കിൽ ആ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ദൃശ്യമുണ്ടായേനെ. രാത്രിയിൽ വെട്ടമില്ലാതെ വരാൻ കഴിയില്ല. പിന്നെ 2 വയസ്സുള്ള കുട്ടിയാണ്, 25 വയസ്സ് പ്രായമുള്ള കുട്ടിയല്ല. അതിനാൽ തന്നെ ആ കുട്ടി ഇതിൽ നടന്നു വന്നു എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഇവിടുത്തെ ആഴം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം ആഴമുണ്ട് എന്നുള്ള കാര്യം. ഈ കുഴിയിൽ നമുക്ക് പിടിക്കുകയാണെങ്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങാം. അധികം ആഴമുള്ള കുഴിയാണ്. ആ കുഴി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ പൊക്കമുള്ള ഒരു കുഴി. ആ കുഴിയിലേക്ക് എങ്ങനെ കുട്ടി എത്തി എന്നുള്ളതാണ്. ഇതിന് അവിടെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം. അവിടേക്ക് നമ്മൾ പോകാത്തതാണ്. അതിന് തൊട്ടിപ്പുറമുള്ള സ്ഥലം അവിടെയും ഇതേ ആഴം തന്നെയാണുള്ളത്. ഇത്രയും ആഴത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ വീണ് പോയാൽ, ഞാൻ കൈകുത്തി അവിടെ നിന്ന് ചാടിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും കുട്ടി വീണ് പോവുകയാണെങ്കിൽ ഇവിടെ കല്ലുകളും മറ്റുമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കുട്ടി വീണ സ്ഥലത്താണെങ്കിൽ കുറേ അധികം കല്ലുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പരിക്കുമില്ലാതെ ആ കുട്ടി അവിടെ ഇരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി. ഒടുവിൽ കൊല്ലം സ്വദേശിയായ ഹസൻകുട്ടി എന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിലൂടെ ഹസൻകുട്ടി തന്നെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും പിന്നാലെ ഈ കുഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നും ഹസൻകുട്ടി സമ്മതിച്ചു.
ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ വായ കുത്തിപ്പിടിച്ചു. വായ കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ്. ഹൗസ് ബ്രേക്കിംഗ് ഒക്കെ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. പിന്നെ ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. എത്ര ധൈര്യം ഉണ്ടോ എനിക്ക്? ഞങ്ങളെ വെട്ടി താത്തളെ. കുട്ടിയെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പ്രകടമായി ലൈംഗികമായ ഉപദ്രവത്തിന് വിധേയപ്പെട്ടതായി നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തതിനാൽ കുട്ടിയുടെ ആനൽ സ്വാബും വെജൈനൽ സ്വാബും കളക്ട് ചെയ്ത് സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അയച്ച് പരിശോധിച്ച റിസൾട്ട് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടി 2 രീതിയിലും വെജൈനൽ ആനൽ 2 രീതിയിലും കുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായതായി കണ്ടു. ഉറങ്ങിക്കിടന്നിടത്തുനിന്ന് കുഞ്ഞിനെ എടുത്ത് പ്രതി മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുഞ്ഞുണർന്ന് കരഞ്ഞു. കുഞ്ഞിൻ്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് പ്രതി ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഓടിക്കയറി. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ട്രെയിൻ വന്നത്. ആ ട്രെയിൻ വന്നപ്പോഴാണ് മരണഭയം കൊണ്ട് പ്രതി കുഞ്ഞുമായി തൊട്ടടുത്ത കുഴിയിലേക്ക് എടുത്തു ചാടിയത്. ശാസ്ത്രീയമായ പരിശോധനാ ഫലം വന്നപ്പോൾ ഈ കുട്ടിയുടെ തലമുടി പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയതും കൂടാതെ കുട്ടിയെ ഉപദ്രവിച്ച സ്ഥലത്തു നിന്നുള്ള സാമ്പിൾ കളക്ഷനും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിൾ കളക്ഷൻസും വഴിത്തിരിവാകുകയാണ് ഉണ്ടായത്. കേരളത്തെ ആകെ ആശങ്കയിലാക്കിയ ഒരു വിഷയമായിരുന്നു അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും ഒരു കുഞ്ഞിനെ കാണാതായ സംഭവം. എന്തായാലും ഏറ്റവും ഒടുവിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതിയെ 65 വർഷത്തെ കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ 72,000 രൂപ പിഴയൊടുക്കണമെന്നും അതിൽ 50,000 രൂപ കുട്ടിക്ക് കൊടുക്കണമെന്നും കൂടാതെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടിക്ക് മതിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കോടതി വിധിക്കുകയുണ്ടായി. ആ വിധി തീർച്ചയായിട്ടും നല്ലൊരു വിധിയാണ്.